നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിവിലിയൻസിന് അപകടം കൂടാതെ കഴിയുന്നത്ര അവരുടെ താവളങ്ങളിൽ ഒരു കടന്നുകയറ്റം ഇല്ലാത്ത വിധത്തിൽ തന്നെ ഏറ്റവും സമാധാനപരമായ അന്തരീക്ഷമാണ് യുദ്ധത്തിൻ്റെ സമയത്ത് പോലും ഇന്ത്യ എടുത്തത്. എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ സിവിലിയന്മാരെ കൂടുതൽ ഒന്നും നോക്കാതെ അവരെ അടക്കം ദ്രോഹിക്കുന്ന ബോംബിടുന്ന ആ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ത്യ മനസ്സിലാക്കുന്നു, ഈ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ അടുത്തേക്കുള്ളൊരു സന്ദേശം ഇന്ത്യ ചെയ്തതിലുള്ള ന്യായീകരണവും പാകിസ്ഥാൻ എടുത്തതിലുള്ള തെറ്റായ സംഗതികളും തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു സമീപന രീതി കൊണ്ടുവന്നുകൊണ്ട് പാർലമെൻറ്റിൽ തന്നെ ഒരു സംഘം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പര്യടനം നടത്തുന്നത് ഇന്ത്യ പുലർത്തിപ്പോന്ന നല്ല സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുകയാണ്. ആ ഒരു ദൗത്യമാണ് ഞങ്ങളും ഏറ്റെടുത്തത്. ആ ദൗത്യത്തിൽ നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഹാൻഡ് ഔട്ട് ഉണ്ടാവും, ഡീറ്റെയിൽ ഉണ്ടാവും. ആവശ്യമാണെങ്കിൽ നമ്മളത്ര കോപ്പിയും തരാം. അതായത് ഈ ടീമിൻ്റെ മുമ്പിലുള്ള ദൗത്യം കൃത്യമായ രണ്ടെണ്ണമാണ്. പഹൽഗാമിൽ നടന്നിട്ടുള്ള സംഭവവികാസങ്ങൾ, അതിനിടയാക്കുന്ന വിധത്തിൽ പാകിസ്ഥാൻ ചെയ്തിട്ടുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള നീക്കങ്ങൾ, അതിനെ നേരിടാൻ വേണ്ടി ഇന്ത്യ എടുത്തിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമീപനത്തിൽ അതിൻ്റെ കൃത്യത, ഇതെല്ലാം തന്നെ വിശദീകരിക്കുക എന്നുള്ളതാണ്. അത് വിശദീകരിക്കേണ്ട ധാർമ്മിക ബാധ്യത ഈ രാജ്യങ്ങളെല്ലാവരുമായിട്ടുള്ള വളരെ നല്ല സ്നേഹബന്ധം പുലർത്തുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ ആ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ അടുത്തേക്കൊരു ഔട്ട്റീച്ച് എന്നുള്ള നിലയിലാണ് ഈ സംഗതി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഞങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പങ്കാളിത്തം മുസ്ലിം ലീഗിൽ എൻ്റെ ഒരു ഇതുള്ളത് യു എയിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമാണ്. അതായത് യു എയിലെ നമ്മുടെ സ്ഥലങ്ങൾ കൂടാതെ, ഗൾഫിലെ സ്ഥലങ്ങൾ കൂടാതെ ലൈബീരിയ, അതുപോലെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതിനാണ് ഞങ്ങളുടെ ഏരിയ. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ കോസിൽ വളരെ സത്യസന്ധമായ നിലപാടെടുത്തു. എന്നും അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുസ്ലിം ലീഗ് എപ്പോഴും രാജ്യത്തിൻ്റെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ഇങ്ങനത്തെ എല്ലാ പ്രതിസന്ധിയിലും മുസ്ലിം ലീഗ് രാജ്യത്തിന് കൂടെ ഉറച്ചു നിന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെ പഹൽഗാം സംഭവം ഉണ്ടായെന്ന് തന്നെ അതിനെ അപലപിച്ച് പാകിസ്ഥാൻ്റെ സമീപനത്തെ ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് ലോകമനസാക്ഷിയുടെ മുമ്പാകെ പ്രതികരിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. അതുപോലെ തന്നെ അവർ നടത്തുന്ന കയ്യേറ്റങ്ങൾ, അക്രമങ്ങൾ, ഇവിടെ നടക്കുന്ന അത്തരത്തിലുള്ള നീചമായിട്ടുള്ള ഇടപെടലുകൾ, തീവ്രവാദികളെ പരിശീലിപ്പിക്കൽ എന്നിത്യാദി കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ രാജ്യത്തിന് കൂടെയാണ്, രാജ്യത്തിൻ്റെ താല്പര്യത്തിന് കൂടെയാണ്. അത് ഞങ്ങൾ ഏത് കാലത്തും പുലർത്തി പോകുന്ന ഒരു നയമാണ്. ആ നയം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അംഗീകാരം കൂടിയാണ്. ലീഗിൻ്റെ ഒരു എളിയ പ്രതിനിധി എന്ന നിലയിൽ എന്നെ അത് തിരഞ്ഞെടുത്തത്. മാത്രമല്ല അവർ ഗവൺമെൻറ് ചോദിച്ചു, പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്റർ എന്നെ വിളിച്ച് ചോദിച്ചു, ഞങ്ങളിങ്ങനെ ടീമിൽ ഉൾപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജസ്റ്റ് നാളെ പറയുകയും ചെയ്യാമെന്ന് പറഞ്ഞു. തങ്ങളോടും മറ്റു നേതാക്കന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ നല്ല കാര്യമാണ്, നമ്മളെടുത്തു പോകുന്നത് പോലെയുള്ളൊരു സമീപന രീതി തന്നെയാണ് വേണ്ടത്. അത് കൂടി സഹകരിച്ച് നല്ല നിലയിൽ പ്രതികരിക്കണം. ഗവൺമെൻറ് താല്പര്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നമ്മൾ ഉറച്ചു നിൽക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കിട്ടിയ അംഗീകാരം വളരെ വലുതാണെന്ന് പാർട്ടി നേതാക്കന്മാരും പറഞ്ഞു. അപ്പോൾ ആ സമീപനം എല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വിധാനത്തിൽ എത്തി ആ ദൗത്യം നിർവഹിക്കാൻ കഴിയുമെന്ന്. ഈ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഞങ്ങളുടെ ടീം നാളെ രാത്രി 9 മണിക്ക് പോവുകയാണ്. 24 വരെ ഉണ്ടാവും ഞങ്ങൾ യു എയിൽ. 24 കഴിഞ്ഞാൽ പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അവിടെ പല സ്ഥലങ്ങളിലും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഈ രണ്ട് സംഗതികളിൽ എടുത്ത സമീപനങ്ങളെപ്പറ്റി സംതൃപ്തരെന്നുള്ള നിലയിൽ അതിന് മറ്റെല്ലാവരോടും അവരുടെ മുമ്പിലേക്ക് നമ്മുടെ ഒരു ഔട്ട്റീച്ചിന് ഇത് വഴിയൊരുക്കും. നല്ലൊരു കീഴ്വഴക്കമാണിത്. ഗവൺമെൻറ് പോകുന്നു എന്നുള്ളതല്ല, ഗവൺമെൻറ് അയക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പാർലമെൻറ്റാണ് പോകുന്നത്. പാർലമെൻറ്റിനെ ആണ് ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ളത്. നല്ലൊരു കീഴ്വഴക്കമാണ്.
അങ്ങനെ പാർലമെൻറ്റിനെ തന്നെ നിയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഔട്ട്റീച്ച് പ്രോഗ്രാം ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിൽ പോലും നല്ലൊരു കീഴ്വഴക്കമായിട്ട് അത് കാണുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചത്.